മഴ തുടങ്ങി, ചൂടും കുറഞ്ഞു. പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാൻ കഴിയില്ല. ഇനിയുള്ള വേനൽക്കാലം കത്തുന്ന ചൂടിൻ്റേതാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. തുടർച്ചയായ ദിവസങ്ങളിൽ പകലും രാത്രിയും ഒരുപോലെ ഉയർന്ന താപനില തുടർന്നു. ചൂട് ദുരന്തമാകുന്നത് കേരളീയർ അനുഭവിച്ചു. വരും വർഷങ്ങളിലും ഉയർന്ന ചൂടുകാലം മുന്നിൽ കാണണം. വേനൽക്കാലം വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ രൂക്ഷമായ രീതിയിൽ തന്നെ വരും. എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നതാണ് 1.4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇത് ആവറേജ്, നമ്മുടെ ഒരു ആനുവൽ ആവറേജ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സമ്മറിൻ്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ അത്രയും വലിയ ഉയർച്ച വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില സിനാരിയോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ക്ലൈമറ്റോളജിക്കൽ റീസൺസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സാറും മാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പഠനങ്ങളിലെല്ലാം നൽകുന്ന സൂചന കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കൂടുതൽ ചൂടേറിയ ഫ്യൂച്ചർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എൽനിനോയ്ക്ക് പുറമെ ഉയർന്ന ആർദ്രത, കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമിയുടെ അമിത ഉപയോഗം തുടങ്ങി കേരളത്തിന്റെ മറ്റ് സാഹചര്യങ്ങളും ചൂട് ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിലെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തി ചൂടിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണം. ഇതിനായി പുതുക്കിയ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കേരള പത്രപ്രവർത്തക യൂണിയനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGO-യായ അസറും ചേർന്ന് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാലയിലാണ് വിദഗ്ധർ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ VK മിനി, കുസാറ്റ് റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് കേരള നോഡൽ ഓഫീസർ ഡോക്ടർ MS അനൂപ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ KA ഷാജിയായിരുന്നു മോഡറേറ്റർ.